ഈ മുളക് നമുക്ക് ഇതിലേക്ക് ഇടാം. ഉണ്ടാക്കാൻ വളരെ സിമ്പിളാട്ടോ. മുളക് ഇട്ടിടാം. പിന്നെ നമ്മൾക്ക് ഇതിനാവശ്യത്തിലുള്ള ഉപ്പിടണം. ഞാനിപ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ പിന്നെ ഇടാം കേട്ടോ. പിന്നെ കുറച്ച് കായം, ഞാനൊരു 1/2 ടീസ്പൂൺ കായവും കൂടെ ഇടുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചത് കണ്ടോ, ഇതൊന്നും ഇതേ വെറുതെ ക്രഷ് ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ. അത് പൊടിച്ചിട്ടില്ല, ഒന്ന് ക്രഷ് ചെയ്ത മസാല ഇടാം. നമ്മൾ കടുക്, ഉലുവ, പെരിഞ്ചീരകം കേട്ടോ. പെരിഞ്ചീരകത്തിൻ്റെ ഇഷ്ടമില്ലാത്തവർക്ക് അത് ഇടണ്ട കേട്ടോ. ഈ അച്ചാറിലൊക്കെ ഇതൊക്കെ നമ്മുടെ നോർത്ത് ഇന്ത്യൻ അച്ചാറാണ് നമുക്ക്. അതുകൊണ്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ നോർത്ത് ഇന്ത്യക്കാർ പെരിഞ്ചീരകമൊക്കെ ഇടും. നമ്മുടെ ഇത് മലയാളികളുടെ അച്ചാറല്ല ഇത്. ശരിക്കും നോർത്ത് ഇന്ത്യക്കാരാണ് ഇങ്ങനത്തെ അച്ചാറൊക്കെ ഉണ്ടാക്കണം. അവർക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് ഉണ്ടാക്കുന്ന അച്ചാറാണെങ്കിൽ. ഇതിലേക്ക് നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇടാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിന് കിട്ടാൻ വേണ്ടി. ഞാനിപ്പോൾ ഇത് കുറച്ച് മുളകല്ലേ ഉള്ളൂ, അതുകൊണ്ടാട്ടോ എല്ലാം കുറച്ചിട്ടാക്കണം. ഇതിനകത്ത് ഞാൻ വേണ്ടി ചെറിയ കളറിന് വേണ്ടി ഒരു ഇടേണ്ട ആവശ്യമില്ല. ശരിക്കും ഇത് പച്ച കളറിലായിരിക്കണം. എന്നാലും ഒരു ചെറിയ കളറിന് വേണ്ടി ശകലം മുളക് പൊടി കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ശരിക്കും പച്ചമുളകിൻ്റെ അച്ചാറിനും പച്ച കളർ തന്നെയാണ്. എന്നാലും ഇപ്പോൾ നമ്മളെല്ലാം ചേർത്ത് കഴിഞ്ഞു. ഇനി ഇതിനകത്ത് ചേർക്കാനുള്ളത് നാരങ്ങ കേട്ടോ. ഈ നാരങ്ങ ഒന്ന് പിഴിഞ്ഞ് ചേർക്കണം നമുക്ക് കേട്ടോ. നാരങ്ങ നമുക്ക് ഞാനിപ്പോൾ ഇവിടെ ഇതിന് വേണ്ടിയിട്ട് പുളിയുടെ ആവശ്യക്ക് വേണ്ടിയിട്ട് ഒരു 2 നാരങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിതിന് വിനാഗിരി ഒന്നും ചേർക്കണില്ല. ഇതിന് പുളിക്ക് വേണ്ടി ചേർക്കണമെങ്കിൽ നാരങ്ങ മാത്രമേ ഉള്ളൂ കേട്ടോ. നാരങ്ങ നീരാണ് ഇതിൻ്റെ പുളി. വേറെ വിനാഗിരി ഒന്നും ചേർക്കണില്ല. അപ്പം അതുകൊണ്ട്